ഹായ് കൂട്ടുകാരെ, ഇത് ടെറസിന് മുകളിൽ നട്ടേക്കുന്ന മുളക് കൃഷിയാണ്. മുളക് കൃഷി എന്ന് കേട്ടിട്ട് ആരും ഒരുപാടുണ്ടെന്ന് വിചാരിക്കേണ്ട, രണ്ട് മൂടേ ഉള്ളൂ. ഉള്ളവർ നല്ല പുഷ്ടിയായിട്ട് നിറയെ പൂവും മുട്ടും ഒക്കെ വന്നിട്ടുണ്ട്. കായ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടെ നിർത്തിയിരുന്നവർ കരിഞ്ഞു പോവും. നമുക്ക് വയലിൽ കൊണ്ട് നടാം. കഴിഞ്ഞ വീഡിയോ കാണിച്ചില്ലേ, അവിടെ കൊണ്ട് നടാം. നമുക്കിവിടെ വെള്ളം കിട്ടുന്നില്ലെന്നേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് പണിയും കൂടെ വന്നപ്പോൾ പിന്നെ ഒട്ടും വെള്ളമല്ല. 2 ആഴ്ച കൊണ്ട് അയൽവീട്ടിൻ്റെ സഹായം കൊണ്ട് മാത്രം കഴിഞ്ഞു പോവുകയാണ്, കഷ്ടിച്ചൊക്കെ. അപ്പോൾ വെള്ളം തീരെ ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഞങ്ങൾക്ക് പൈപ്പ് കണക്ഷൻ റെഡിയാക്കി തന്നെങ്കിലും ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും പിന്നും ലീക്കേജായി. അപ്പോൾ അതിൻ്റെ പണി പിന്നെ നടക്കുവാണ് കേട്ടോ. ഒരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ, ഈ കഴിഞ്ഞ വീഡിയോ 2 കണ്ടിട്ടും കുറേ പേര് ലൈക്കും അതിൻ്റെ കമൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം കണ്ടോ ഈ പ്രോത്സാഹനം തരുന്നതിന്. ഇത് കുറ്റി അമരയെന്ന് പറഞ്ഞ് മേടിച്ച് നട്ടതാണ്. കുറ്റി അമരയെന്ന് ഞാൻ കേട്ടപ്പോൾ വിചാരിച്ചു മലക്കറിയിലൊക്കെ ഉള്ള അമരയില്ലേ, അമര, അതാന്ന് വിചാരിച്ച് നട്ടതാണ്. പൂ വന്നപ്പോഴും അങ്ങനെ തന്നെ കരുതിയത്. അധികം പൊങ്ങിയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എനിക്കറിയത്തില്ല, ഞാൻ ശരിക്കും അമര കായ്ച്ചു നിൽക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ശരി, ഇപ്പോൾ ഇത് മനസ്സിലായത് അമരപ്പയറല്ല, ഇതെന്തോ വൻപയറോ ചെറുപയറോ എന്തെങ്കിലുമാണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഇതിൻ്റെ കൂടെ ഞാൻ കോവൽ നട്ടിട്ടുണ്ട്. കോവൽ നട്ടതിൻ്റെ ഉദ്ദേശം വീട്ടിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് പടർത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി പന്തലിട്ട് പടർന്ന് വലുതാവുന്നെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തും. പിന്നെ ഇതാ കുപ്പി വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ പെട്ടെന്ന് അങ്ങ് വാർന്നു പോവും. ചെടിക്ക് പിടിച്ചെടുക്കാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് കുപ്പിയിലാകുമ്പോൾ കുറേശ്ശെ കിട്ടും, വലിയ കുഴപ്പമില്ല. ഇവരെന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോകത്തില്ല, ഇവിടെ തന്നെ നിർത്തിയേക്കും കേട്ടോ. അപ്പോൾ ബൈ, ടാറ്റാ.